ജലമൂറ്റ് മദ്യ കമ്പനിയുമായുള്ള ഡീലിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ ബിജെപി ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. കൊക്കക്കോള വിരുദ്ധ സമരത്തിൽ മുൻനിരയിൽ നിന്ന എം.പി. രാജേഷാണ് ഇന്ന് മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് ഏറ്റവുമധികം ജലദൗർബല്യമുള്ള പ്രദേശത്ത് നിന്ന് ജലമൂറ്റാൻ അനുമതി നൽകിയിരിക്കുന്നത് എന്നും സി കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. കൊക്കക്കോളയ്ക്കെതിരായിട്ടുള്ള സമരത്തിന് മുൻനിരയിൽ നിന്ന ആളാണ് ശ്രീ എം.പി. രാജേഷ്. അന്ന് ശ്രീ വി.എസ്. അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് കേരളത്തിൽ വെള്ളം അസംസ്കൃത വസ്തുവായിട്ടുള്ള അത്തരത്തിലുള്ള കമ്പനികൾ വരുന്നത് ദോഷകരമാണ്, അത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ. അതിന് വിപരീതമായിട്ടാണ് ജലം പ്രധാന അസംസ്കൃത വസ്തുവായിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് ഇന്ന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാർ ഇതിൽ നിന്നും പിൻവാങ്ങണം. സംസ്ഥാന സർക്കാർ ഈ നൽകിയിട്ടുള്ള അനുമതി പിൻവലിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് വരും. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം ആരംഭിക്കുക. കേരളത്തിൽ വെള്ളം അസംസ്കൃത വസ്തുവായിട്ടുള്ള കമ്പനികൾ വരുന്നത് ദോഷകരമാണെന്ന വി.എസ്. അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ വിപരീതമായിട്ടാണ് ഒയാസിസ് കമ്പനിയുമായി ഇന്ന് സർക്കാർ കൈകോർക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിൽ സംശയമുണ്ട്. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തുമായി ഒയാസിസ് കമ്പനി അനൌദ്യോഗിക ചർച്ച നടത്തി. പഞ്ചായത്ത് ഭരണസമിതിയുടെ മൗനാനുവാദത്തോടെയാണ് മുന്നോട്ടു പോയിട്ടുള്ളത്. വിഷയത്തിൽ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് ജനവിരുദ്ധമാണ്. എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ബിജെപി സമരം ശക്തമാക്കുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുമായിട്ട് അനൗദ്യോഗികമായിട്ടുള്ള ചർച്ച പോലും ഈ കമ്പനി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിവാദമായ സമയത്ത് ഔദ്യോഗിക രേഖകളില്ലാത്തതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ ഭരണസമിതി ഇക്കാര്യം നിഷേധിക്കുന്നുണ്ടെങ്കിലും അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഈ കമ്പനി മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും നിലപാട് ജനവിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ പ്ലാന്റ് ആ എലപ്പുള്ളിയിൽ സ്ഥാപിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട ഒരു സ്ഥിതി ജനകീയ പ്രക്ഷോഭം വഴിക്ക് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുന്ന ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ റിട്ടേൺ ആയിട്ടുള്ളൊരു ഓർഡറേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയുടെയും എക്സൈസ് വകുപ്പ് മന്ത്രിയുടെയും എല്ലാവിധ ആശീർവാദവും 2 വർഷം മുമ്പ് തന്നെ ഈ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM ഫണ്ടിംഗ് ഏജൻസി ഈ ഒയാസിസ് കമ്പനിയാണ്. UTV ന്യൂസ്, പാലക്കാട്.